വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിനുള്ളിൽ 4 BHK പ്ലസ് യൂട്ടിലിറ്റിയോട് കൂടിയ ഒരു വീട് പരിചയപ്പെടുത്താനാണ്. 5 സെന്റ് 600 ലീസ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമും കൂടാതെ 2 കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. അതായത് സ്ലോപ്പിംഗ് റൂഫും ഫ്ലാറ്റ് റൂഫും നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കും ടെക്സ്ചർ പെയിൻറ് വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും 2-way ലൈറ്റും കൂടാതെ സ്ക്വയർ ട്യൂബ് വർക്കും വലുപ്പമുള്ള ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും എല്ലാം നൽകിയിട്ടുണ്ട്. 4 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കും കൂടാതെ സ്ക്വയർ ട്യൂബ് ഡിസൈനും നൽകിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ ഓപ്പണിംഗ് 5.8 മീറ്ററാണ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെയും അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിലുള്ള ഷോ ലൈറ്റ്സിൻ്റെയും ഗേറ്റിൻ്റെയും ഒക്കെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകളും കോബിൾ സ്റ്റോണും വിരിച്ച ഭംഗിയുള്ള ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ പെയിന്റ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ 11 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ടിനോട് ചേർന്ന ഭാഗത്തെല്ലാം തന്നെ കോബിൾ സ്റ്റോണും റിമൈനിങ് പോർഷനിൽ ഇന്റർലോക്ക് കട്ടകളുമാണ് വിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ കോമ്പൗണ്ട് വാളിൻ്റെ ഇന്നർ സൈഡിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഗാർഡൻ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ സീറ്റിംഗ് യൂണിറ്റ് ആയിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് മനോഹരമായി ചെയ്ത ഒരു വാട്ടർ ഫൗണ്ടനും കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലൊക്കെ ടാപ്പ് പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഈ ഒരു സൈഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഹാഫ് പോർഷനോളം ഇന്റർലോക്ക് കട്ടകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനാണ്. വർക്ക് ഏരിയയുടെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. കിണറിനോടൊപ്പം KW വാട്ടർ കണക്ഷനും ഈ ഒരു വീടിന് ഉണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നുള്ള പാർഷ്യയുടെ സ്പേസിലായിട്ടാണ്. ഇവിടെയായിട്ട് ഇനിയൊരു പാർഷ്യ കൂടി വരാനായിട്ടുണ്ട്. റിമൈനിങ് പോർഷനിലെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 10 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 5 ചെയറോളം ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ലഭിക്കുന്നുണ്ട്. കോർണറിലായി വരുന്ന പില്ലറിന് ടെക്സ്ചർ പെയിന്റ് വർക്കാണ് വന്നിരിക്കുന്നത്. മുകളിൽ സീലിംഗിലായിട്ട് സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈൻ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് 2 വലിയ ഹാൻഡിലോട് കൂടിയാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. കൂടാതെ സൗത്തിലേക്ക് ഇവിടെയായിട്ട് ഒരു സിംഗിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12.5 അടിയോളം നീളവും 12 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ള ഒരു UPVCയുടെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും വെസ്റ്റിലേക്ക് താഴെയായിട്ട് വലുപ്പമുള്ളൊരു വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് മുകളിലായിട്ടും UPVCയുടെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു വോൾ ലൈറ്റും വെസ്റ്റ് സൈഡ് വോളിലായിട്ട് നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിലായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
നോർത്ത് സൈഡ് വോളിലായിട്ടാണ് ടി വി യൂണിറ്റിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് താഴെ സ്റ്റോറേജും രണ്ട് സൈഡിലായിട്ടും അത്യാവശ്യം ഡക്ക സ്പേസ് ഒക്കെ കൊടുത്ത് മുകളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ടി വി യൂണിറ്റിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ പെയിൻറ്റ് വർക്കൊക്കെ ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടി വി യൂണിറ്റിനെ കണ്ടിന്യൂ ചെയ്ത് ഒരു പാർട്ടീഷൻ വന്നിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ഡക്ക സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തെ സീലിങ്ങിൻ്റെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ളൊരു വോൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഫാമിലി ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും സ്പേസിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഒരു പാസേജിലൂടെയാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. 9 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിന് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് സൈഡ് വോളിലായിട്ട് ഇവിടെയും ഒരു ടി വി യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജും അതുപോലെ തന്നെ ഭംഗിയുള്ളൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസും ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ വുഡൻ ടെക്സ്ചറിലുള്ള പാനലിങ്ങും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തെ സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ടൈൽ വർക്കാണ് വന്നിരിക്കുന്നത്. വലുപ്പമുള്ളൊരു മിറർ നൽകിയിട്ടുണ്ട്. മുകളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ഓപ്പൺ ബോക്സ് സ്റ്റോറേജും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഭംഗിയുള്ള ഒരു ക്രോക്കറി ഷെൽഫ് തന്നെയാണ് ലഭിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. കൂടാതെ കിച്ചൻ്റെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ഷെൽഫ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. 13.5 അടിയിലേറെ നീളവും 9.5 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് പാഷ്യോയിലേക്ക് ഇറങ്ങാനുള്ള ഡോറിൻ്റെ ഇരുവശത്തുമായിട്ടുള്ള വലുപ്പമുള്ള വിൻഡോകളുമാണ്. ഇതും ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ആണ് വന്നിരിക്കുന്നത്. മുകളിലായിട്ട് ഭംഗിയുള്ളൊരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് ഈ ഒരു വീട്ടിലുടനീളം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൗണ്ടറിൻ്റെ ഫ്രണ്ടിലായിട്ട് പാനലിംഗ് ഒക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഒരു സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫ് വരുന്നുണ്ട്. അത്യാവശ്യം ഡക്ക സ്പേസ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. മുകളിലായിട്ട് വരുന്ന പാനലിന് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും തന്നെയാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ 13 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഒരു ഫാബറിൻ്റെ ഇലക്ട്രിക് സിമിനി ഇവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്കും നോർത്തിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ സ്പേസ് ആയിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിൻ്റെ എല്ലാം ബോട്ടത്തിൽ പ്രൊഫൈൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വരുന്ന ക്രോക്കറി ഷെൽഫിൻ്റെ താഴെയായിട്ട് മൈക്രോവേവ് ഓവനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഓപ്പൺ ബോക്സും എല്ലാം ഈ ഒരു കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടും അത്യാവശ്യം നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ വെക്കാനുള്ള ഷെൽഫ് ലഭിക്കുന്നുണ്ട്. സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ള ഒരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 12.5 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾറോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വലുപ്പമുള്ള വാൾറോബ് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ഡക്ക സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗോറിൻ്റെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. റാക്ക് സെറാമിക്സിൻ്റെ വാട്ടർ ക്ലോസറ്റാണ് വരുന്നത്. വാൾ മൗണ്ട് ആയിട്ടുള്ള വാട്ടർ ക്ലോസറ്റാണ്. സെറയുടെ ഫ്ലഷിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ജാഗോറിൻ്റെ ഡൈവേർട്ടറാണ് വരുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും നമ്മൾ ഗ്ലാസ് കൊണ്ട് സെപ്പറേഷനൊക്കെ കൊടുത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും എല്ലാം തന്നെ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. വെസ്റ്റ് സൈഡ് വാളിലായിട്ട് ഭംഗിയുള്ളൊരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറും സ്റ്റോറേജ് സ്പേസും മിററും എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ റാക്ക് സെറാമിക്സിൻ്റെ വാൾ മൗണ്ട് വാട്ടർ ക്ലോസറ്റാണ് വരുന്നത്. സെറയുടെ ഫ്ലഷിംഗ് സിസ്റ്റമാണ് വരുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ്. വെറ്റേരിയൻ ഡ്രൈയേരിയൻ തമ്മിൽ ഗ്ലാസ് കൊണ്ട് ഒരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഹീറ്ററിനുള്ള പോയിലും എക്സ്പോസ്റ്റ് ഫാനും ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷിലുള്ള നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സിന് പകരം ഇവിടെ വുഡൻ ബീഡിങ് നൽകി അതിന് താഴെയിട്ട് പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. വുഡൻ ബീഡിങ്ങിൻ്റെ താഴെയുള്ള ഭാഗത്തെല്ലാം തന്നെ ടെക്സ്ചർ പെയിൻറ്റ് വർക്കാണ് വരുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ വെസ്റ്റ് സൈഡ് വോളിലായിട്ട് വലുപ്പമുള്ളൊരു UPVC വിൻഡോയും 2-way ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഓഫീസ് ടേബിൾ ലഭിക്കുന്നുണ്ട്. സൈഡിലായിട്ട് സ്റ്റോറേജും വരുന്നുണ്ട്. ഇത് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിംഗ് വരുന്നത്. 19 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. നോർത്ത് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് താഴെയായി സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് ഡക്കർ സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് സൈഡ് വോളിൽ ഭംഗിയുള്ളൊരു വാൾ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ തന്നെ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് ബാൽക്കണിയുടെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ് കാണുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു പാനലിംഗ് ഒക്കെ കൊടുത്ത് അതിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ നൽകി സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡിലായിട്ടുള്ള വിൻഡോയോടൊപ്പം തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകളിലായിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റും വെസ്റ്റ് സൈഡ് വോളിലിട്ട് ഭംഗിയുള്ളൊരു വോൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് ലഭിക്കുന്നു. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറും സ്റ്റോറേജ് സ്പേസും മിററും എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ റാക്ക് സെറാമിക്സിൻ്റെ വാൾ മൗണ്ട് വാട്ടർ ക്ലോസറ്റാണ് വരുന്നത്. സെറയുടെ ഫ്ലഷിംഗ് സിസ്റ്റമാണ് വരുന്നത്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ്. വെറ്റേരിയൻ ഡ്രൈയേരിയൻ തമ്മിൽ ഗ്ലാസ് കൊണ്ട് ഒരു സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഹീറ്ററിനുള്ള പോയിലും എക്സ്പോസ്റ്റ് ഫാനും ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയോളം നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ നമുക്ക് ഒരു വലുപ്പമുള്ള ഡ്രസ്സിംഗ് യൂണിറ്റും ഡക്കർ സ്പേസിനുള്ള പ്രൊഫൈൽ ലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ടും ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റ് സൈഡ് വാളിലായിട്ട് ഭംഗിയുള്ളൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. റാക്ക് സെറാമിക്സിൻ്റെ വാട്ടർ ക്ലോസറ്റാണ് വരുന്നത്. വാൾ മൗണ്ട് ആയിട്ടുള്ള വാട്ടർ ക്ലോസറ്റാണ്. സെറയുടെ ഫ്ലഷിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ് വരുന്നത്. വെറ്റേരിയൻ ഡ്രൈയേരിയൻ നമ്മൾ ഗ്ലാസ് കൊണ്ട് സെപ്പറേഷനൊക്കെ കൊടുത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും എല്ലാം തന്നെ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി റൂമിന് ഉള്ളത്. ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടറിനുള്ള പോയിന്റും വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈസ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ടേബിൾ സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ടേബിൾ നമുക്ക് ഡൈനിങ് ടേബിളായിട്ടോ സ്റ്റഡി ടേബിളായിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും സ്പോട്ട് ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 9.5 അടി നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ എംഎസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 2.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 4 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 6.5 കിലോമീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 1.6 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 4 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 4.9 കിലോമീറ്റർ, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 5.1 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.7 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 5 സെന്റ് 600 ലിങ്സ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമും കൂടാതെ 2 കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,49,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ വീടുകൾ സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.